PM-ശ്രീ പദ്ധതിയിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒപ്പിടുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒപ്പിട്ടതിനു ശേഷം ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ SFIയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇപ്പോൾ PM-ശ്രീ പദ്ധതി അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. KSUവിൻ്റെ നിലപാട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇനി വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും എങ്ങനെയാണ് KSUവിൻ്റെ ഇതിനെ പ്രതിരോധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്? വലിയ രീതിയിലേക്കുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് KSU തീരുമാനിച്ചിരിക്കുന്നത്. അത് യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് KSU നേതൃത്വം കൊടുക്കും. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് അടിയറവ് വെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. അതിനെതിരെയുള്ള വലിയ രീതിക്കുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. വരും തലമുറയിലുള്ള വിദ്യാർത്ഥികൾ സവർക്കറെ പറ്റി ഉൾപ്പെടെ പഠിക്കണമെന്ന് പറയുമ്പോൾ അതിന് പിണറായി വിജയൻ അതിന് ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് യാതൊരു രീതിയിലേക്കും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധാർഹമാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവും. സംസ്ഥാന സർക്കാർ പറയുന്നത് 1000-ലധികം കോടി രൂപ ഈ പദ്ധതി വഴി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായും കുറച്ച് കോടികൾ ലഭിക്കുന്നത് കൊണ്ട് മാത്രം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് അടിയറവ് വയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് യാതൊരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് 3 വർഷങ്ങൾക്ക് ശേഷം 2022 ആരംഭം കുറിച്ച് ഈ പദ്ധതി 2025 ഒപ്പിടുമ്പോൾ ഈ 3 വർഷങ്ങൾക്ക് ഇടയിൽ CPMൻ്റെ നയത്തിൽ തന്നെ വലിയ രീതിയിലേക്കുള്ള വ്യതിയാനമുണ്ടായിട്ടുണ്ട്. CPMൻ്റെ മധുര പാർട്ടി കോൺഗ്രസിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഒളിച്ചു കടത്താനുള്ളൊരു മാർഗ്ഗമാണ് PM-ശ്രീ പദ്ധതി എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് നയവ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. ഇത് വ്യക്തമായിട്ടുള്ള ഡീലാണ്. CPM BJP ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഒപ്പുവെച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഞങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ കേരളത്തിൻ്റെ തെരുവുകളിൽ വലിയ രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി അതിൻ്റെ ഒപ്പ് വെച്ചതായിട്ടൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അല്ല, സ്വാഭാവികമായും കർണാടകയും തെലുങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വെച്ചുകൊണ്ടാണ് CPM സൈബർ ഹാൻഡിലുകൾ ഇതിനെ പ്രതിരോധിക്കുന്നത്. അന്ന് ഈ PM-ശ്രീ പദ്ധതി ഒപ്പുവയ്ക്കുന്ന സമയത്ത് ഈ പറയുന്ന തെലുങ്കാനയിലായിക്കൊള്ളട്ടെ കർണാടകയിലായിക്കൊള്ളട്ടെ അധികാരത്തിലിരിക്കുന്നത് കോൺഗ്രസ് ഗവൺമെൻറ് അല്ല. ഇതൊരു MOU രീതിയിലുള്ള ഒരു കരാർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ ഒപ്പുവെച്ചാൽ അതിനുശേഷം പിന്നീട് വരുന്ന സർക്കാർ സ്വാഭാവികമായിട്ട് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പിണറായി വിജയൻ ഒപ്പുവെച്ചാൽ നാളുകളിൽ വരുന്ന UDFൻ്റെ ഗവൺമെൻറ്റുകൾ പോലും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അത് CPM സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്ന ഒരു ഇത് മാത്രമാണ്. SFI നേതൃത്വത്തിനെതിരെയും KSU നേതൃത്വം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. SFI ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് KSU പറയുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും വലിയ സംഘപരിവാർ വിരുദ്ധതയെപ്പറ്റി SFI നിരന്തരം സംസാരിക്കുന്ന ആളുകളാണ്. കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാർ ഏതെല്ലാം ഘട്ടത്തിൽ പ്രതിരോധത്തിലാകുന്നു, പ്രതിസന്ധിയിലാകുന്നു, അവിടെ രക്ഷകരായി അവതരിക്കുന്നത് ഈ പറയുന്ന ഗവർണർ വിഷയം ഉയർത്തിക്കൊണ്ട് SFI ആണ്. ഈ വിഷയം PM-ശ്രീ പദ്ധതിയിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒപ്പിടുന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒപ്പിട്ടതിനു ശേഷം ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ SFIയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല. അങ്ങ് കണ്ണൂരിൽ നിന്ന് ഈ പറയുന്ന SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവും ആലപ്പുഴയിൽ നിന്ന് ശിവപ്രസാദ് SFI സംസ്ഥാന പ്രസിഡന്റും ഏതെല്ലാം വിഷയങ്ങളിലുണ്ടാകുമ്പോഴും പത്രസമ്മേളനങ്ങൾ നടത്തുന്നതാണല്ലോ. ഇത്ര വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ മതേതരത്വത്തെ സംഘപരിവാറിന് അടിയറവ് വയ്ക്കാനുള്ള തീരുമാനം പിണറായി വിജയന്റെ സർക്കാർ എടുത്തിട്ട് ഒരക്ഷരം ഉണ്ടാകാനുള്ള ഒരു ആർജം അവർ കാണിച്ചിട്ടില്ല. അവർ കാണാതായ ഈ പറയുന്ന ശിവപ്രസാദും അതേപോലെ തന്നെ സഞ്ജീവും എത്രയും വേഗം അവരെ കണ്ടെത്തേണ്ടുന്ന ഉത്തരവാദിത്വം കൂടി പിണറായി വിജയന്റെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് KSU പറയുകയാണ്. ശക്തമായിട്ട് എതിർക്കാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും KSU നേതൃത്വം കൊടുക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. PM-ശ്രീ പദ്ധതിയെ KSU അംഗീകരിക്കില്ല. വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്നാണ് KSU സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.